ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാനിന്നിപ്പോൾ റൈഡ് പോകുന്നതല്ല, ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള RC390 BS4 RC390യുടെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടിലം റോക്കറ്റിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്യാനാണ്. സോ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് BS4 RC390 ആണ് ഗൈസ്. RC390 ഈ ഒരു ചിക്ക് മാഗ്നറ്റ് എന്നൊക്കെ പറയുന്നൊരു കിടിലം പവർ ബോംബാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. സോ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അത് ലാസ്റ്റ് 2019 ലാസ്റ്റ് RC390 BS4 എഞ്ചിനാണ്. സോ ഗൈസ്, നമുക്കിതിൻ്റെ ഫസ്റ്റായിട്ട് ഇതിൻ്റെ എൻജിൻ സ്പെക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. 43.5 bhp അറ്റ് 9000 RPM. അങ്ങനെയാണ് ഇതിൻ്റെ BHP വരുന്നത്. 390 എന്ന് പറയുകയാണെങ്കിലും ഇതിൻ്റെ എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 373 cc ആണ്. സോ ഇതൊരു BS4 വെർഷനാണ്. BS3യും BS6 വെച്ച് നോക്കുമ്പോൾ രണ്ടിനും നടുക്കുള്ള ഒരു അടിപൊളി ഒരു റോക്കറ്റ് തന്നെയാണത്. ഒരു പവർ ബോംബ് തന്നെയാണത്. ഒരുപാട് ആൾക്കാർ ഇതിനൊരു പവർ ബോംബ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ BS3 കഴിഞ്ഞിട്ട് ഒരു BS4 വെഹിക്കിൾ ഇറക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ പവർ ഇതിൻ്റെ കുറഞ്ഞു, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടിൻ്റെ ശബ്ദം കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി അങ്ങനെ പറയുമ്പോൾ ശരിയാണ്, കുറച്ച് കാര്യങ്ങളും പവർ ഡ്രോപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ വണ്ടി കിടിലൻ തന്നെയാണ്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് പറയണത്, അതായത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 830 mm ആണ് ഹൈറ്റ്. സോ അത്യാവശ്യം ഒരു 5.5 അല്ലെങ്കിൽ 5.6ൻ്റെ മേലുള്ള ആൾക്കാണ് ഇത് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ നമുക്കിതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു റേസ് പെക്ക് ബൈക്കാണിത്. ഇതൊരു പക്ക റേസ് പെക്ക് ബൈക്കാണ്. സോ ഗൈസ്, BS3ന്ന് BS4ലേക്ക് വന്നപ്പോൾ ഇതിൽ കുറച്ച് നല്ല ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. മേജറായിട്ട് നമുക്ക് കാണുന്ന 2-3 കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മെയിനായിട്ട് കളർ സ്കീമേ മാറിയിട്ടുണ്ട്. കൂടി BS4 RC390ക്ക് ഒറ്റ കളർ സ്കീമേ വന്നിട്ടുള്ളൂ. ഒറ്റൊരു കളർ സ്കീം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. BS3യിലും ഒറ്റ കളർ സ്കീമായിരുന്നു. BS4ലേക്ക് വന്നപ്പോഴും ഒറ്റ കളർ സ്കീമാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മേജർ അപ്ഡേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ്സാണ്. കുറച്ചുകൂടി എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ഈ ഒരു ഗ്ലാസ്സിന് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ ഓണർ പറയുന്ന ആൾക്ക് അതിൻ്റെ പഴയ ഗ്ലാസ്സാണ് ഇഷ്ടപ്പെടുന്നത്. സോ അങ്ങനെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. സോ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് BS3യുടെ ഗ്ലാസ് തന്നെയാണ് എനിക്കും ഇഷ്ടം. വിസിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു വിസിബിലിറ്റിയും നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ ഷോൾഡർ അല്ലെങ്കിൽ ഈ ഒരു സൈഡിൻ്റെ വ്യൂ മാത്രം നമുക്ക് ഈ ഗ്ലാസ്സിൽ നിന്ന് കാണാൻ പറ്റണത്. പിന്നെ ഫോക്സ് സ്ലൈഡേഴ്സ് പറഞ്ഞത് ഈ ഒരു സാധനമാണ് ഫോക്സ് സ്ലൈഡേഴ്സ്. ഇൻ കേസ് ഓഫ് ക്രാഷ്, എന്തെങ്കിലും ഒരു വണ്ടി നമ്മുടെ ചരിയുക അല്ലെങ്കിൽ വീണ് പോവുക ചെയ്യുമ്പോൾ ആ ഒരു സൈഡിലേക്ക് ഒരു സീനും ഉണ്ടാവില്ല, പക്ക സേഫ് ആയിരിക്കും. സോ ഗായ്സ്, ഇതിൽ BS3ന്ന് BS4ലേക്ക് വന്നപ്പോൾ 9.5 ആണ് തോന്നുന്നു BS3യിൽ. BS4ലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി അവർ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തു, 10 ലിറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. സോ ഇതിൻ്റെ മൈലേജ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 27, നമ്മൾ മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ ഇതൊരു 27 കിലോമീറ്റർ മൈലേജൊക്കെ തരും. കൈ കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചും ഉണ്ടാവും. സോ ഇതിപ്പോൾ ഒരു പക്ക സ്റ്റോക്ക് ബൈക്കാണ്. ഇതിലിപ്പോൾ ചെറിയ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോ ലീഗിൻ്റെ ഒരു ബാക്കിലത്തെ ഒരു സീറ്റ് കവൾ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്പോർട്ടിയും എന്താ പറയുക, ഒരു അടിപൊളി ലുക്കുള്ളൊരു സീറ്റ് കവൾ തന്നെയാണ്. പിന്നെ അത് വരുമ്പോൾ അതിലേക്ക് നെക്സ്റ്റ് വരുമ്പോൾ ഇതിനെ ഇതിൻ്റെ ഓണർ ഒരു ടെയിൽ ടൈഡ് വെച്ചിട്ടുണ്ട്. സോ ഇത് 2 എണ്ണമാണ് സ്റ്റോക്കിൽ നിന്ന് മാറ്റി നിർത്തുന്ന 2 കാര്യങ്ങൾ. എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഓണർ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. എൻ്റെ ഇപ്പോൾ എപ്പോഴും ഉള്ളൊരു ഫ്രണ്ടാണ് ആഷിഖ്. ഇതാണ് ആഷിഖ്. ഈ വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര മേടിച്ചിട്ട് എത്ര കൊല്ലമായി? ഒരു മാസം അല്ല, ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു അല്ലേ? സോ ഇത് ഫസ്റ്റ് ഇനീഷ്യൽ ബൈക്കാണ്, അതായത് ഫസ്റ്റ് ഈ വണ്ടിയാണോ? ഈ ബൈക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഈ വണ്ടിയിൽ നിന്നാണോ? ബൈക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഈ വണ്ടി തന്നെ, പക്ഷേ അതിന് മുന്നേ യൂസ് ചെയ്ത പരിചയങ്ങളുണ്ട്. ഓക്കെ.
അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് നമുക്കിപ്പോൾ ഒരുപാട് ആൾക്കാർ RC390 കുറിച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആഷിഖിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം, ഈ വണ്ടീനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം, അതായത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാമോ? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്പോർട്ടി പൊസിഷൻ തന്നെയാണ്. ഓക്കെ. കോർണറിംഗ് സ്റ്റെബിലിറ്റിയും വിൻ ബ്ലാസ്റ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ അടിക്കില്ല. ഓക്കെ. പിന്നെ ആ സ്റ്റെബിലിറ്റി ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഉണ്ട് വണ്ടിക്ക് നല്ല രീതിക്ക്. ഡ്യൂക്കിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ. ഇതിൻ്റെ ആഷിഖിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് പക്കയാണോ? പക്കയാണ്, എനിക്ക് കറക്റ്റാണ്. ഓക്കെ. 2 കാലം സ്റ്റേബിൾ ആയി നിലത്തൂത്താൻ പറ്റും എനിക്ക്. ഓക്കെ. ഇതിൽ വെച്ച് നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടാണ് ഈ ഒരു ബൈക്കിൽ വിത്ത് പില്ലിയൻ നമ്മൾ പോകുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു കൺട്രോൾ കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ആഷിഖിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് ഇപ്പോൾ പില്ലിന് വെച്ചാൽ ഒരു നോർമൽ സ്പീഡിലൊക്കെ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ പൊളിച്ചൊക്കെ പോവുകയാണെങ്കിൽ വണ്ടി അങ്ങനെ കയ്യിൽ ഒതുങ്ങില്ല. ഓക്കെ. ഓക്കെ. ഒരു സ്റ്റെബിലിറ്റി കുറവ് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ. ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പക്കയാണ് ബ്രേക്കിംഗ്. ഇതിൻ്റെ പിടിക്കാൻ തന്നെ പഠിക്കണം അതിൻ്റെ ബ്രേക്കിംഗ്. ഓക്കെ. അപ്പോൾ ബ്രേക്കിംഗ് പഠിക്കാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. ഞാൻ ഒരു 1 മന്തോളം വണ്ടി ഏറെക്കുറെ പഠിക്കാൻ എടുത്തു. മീൻസ് മൊത്തം ബ്രേക്കിംഗ് തന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസുള്ള ബ്രേക്കിംഗ്, നല്ല ബൈറ്റ് ഉണ്ട് വണ്ടിക്ക് പിടിക്കുമ്പോൾ തന്നെ. ഓക്കെ. ഓക്കെ. അത്യാവശ്യം നന്നായി പിടിച്ചാൽ തൂക്കിയെടുത്ത് എറിയും വണ്ടി തന്നെ ആളെ. ഓക്കെ. തൂക്കിയെടുത്ത് എറിയും. ഞാൻ പറയല്ലേ ഗായ്സ്, ഇതൊരു റോക്കറ്റാണ് അല്ലെങ്കിൽ ഒരു പവർ ബോംബാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സിംഗിൾ സിലിണ്ടറിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സിംഗിൾ സിലിണ്ടറിൽ ഒരു പവർഫുൾ ബൈക്ക് ഉണ്ടെങ്കിൽ അത് ഈ വണ്ടിയാണ്. ലൈക്ക് ഞാൻ എന്തായാലും ഈ വണ്ടി പോയിന്റ് ചെയ്ത് തന്നെ പറയും, ഈ വണ്ടിയും ഡ്യൂക്ക് 390യും ഇത് 2 വണ്ടികളാണ് സിംഗിൾ സിലിണ്ടർ രാജാവ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BS3 BS4 വന്നപ്പോൾ ഇതിൽ റൈഡ് ബൈ വയർ സെൻസറാണ് ഇതിൽ വന്നിരിക്കുന്നത്. BS3 പറഞ്ഞാൽ നമുക്ക് ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു റെസ്പോൺസ് പടപടാന്ന് നമുക്ക് തിരിച്ചു കിട്ടും. ഇതിൽ കിട്ടില്ല എന്നല്ല, ഇതിൻ്റെ സെൻസറും കാര്യങ്ങളും അടിപൊളിയാണ്. നമുക്ക് നല്ല ഒരു റിപ്ലൈ തന്നെ നമ്മൾ കൊടുക്കണതിനുള്ളത് തന്നെ നമുക്ക് തിരിച്ച് കിട്ടും. സോ കമ്പാരിറ്റീവ്ലി BS3 ആണ് കുറച്ചും കൂടി അഗ്രസീവായി നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത് സെൻസർ അല്ല, അത് വയേഴ്സാണ്. ഇതിൻ്റെ പവർ എങ്ങനെയാണെന്ന് കയറുകയെന്ന് വെച്ചാൽ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി BS3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലീനിയറായിട്ട് ഇതിൻ്റെ പവർ കയറി വരുള്ളൂ. പക്ഷേ ആ ഒരു ത്രോട്ട്ലിങ്ങും പവറും കാര്യങ്ങളും എവിടെയും പോയിട്ടില്ല ഗൈസ്. അതിൻ്റെ ആ ഒരു പെടയ്ക്കണ ഒരു ഹാർട്ട് അല്ലെങ്കിൽ പെടയ്ക്കണ ഒരു റോക്കറ്റ് എഞ്ചിൻ അത് ഇവിടെ തന്നെയുണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ ടയർ ലൈഫിനെ കുറിച്ച് എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ടയർ ലൈഫൊക്കെ എത്ര കിട്ടുന്നുണ്ട്? എനിക്കൊരു 6500 കിട്ടി. അപ്പോഴത്തേക്കും വണ്ടി തെന്നാൻ തുടങ്ങി കയ്യിൽ നിന്ന്. ഓക്കെ. ത്രെഡൊക്കെ ഏറെക്കുറെ. ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ടയേഴ്സ് ഏതാണ്? ഇപ്പോൾ H1 ആണ്, ആൽഫ H1 ആണ്. സോ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് നല്ല ടയർ തന്നെയാണ്. കോർണറിംഗ് സ്റ്റെബിലിറ്റി കുഴപ്പമില്ല, പക്ഷെ പക്ക മെച്ചലർ തന്നെയാണ്. ബ്രേക്കിംഗിലായാലും എന്തിനാണെങ്കിലും മെച്ചലർ തന്നെ ഇതിനേക്കാൾ പക്ക. നല്ല ടയർസ് ലൈഫ് വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ലത്. സ്റ്റെബിലിറ്റി കുറവെന്ന് പറയാനൊന്നുമില്ല, ബ്രേക്കിംഗ് കുറവൊന്നുമില്ല, നല്ല ടയർ തന്നെ. ഓക്കെ. സോ ടയേഴ്സിനെ കുറിച്ചും കാര്യങ്ങളും നമുക്ക് ഓണറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പക്ക എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. ഇതൊക്കെയാണ് നമ്മുടെ RC390 കുറിച്ചുള്ള ഒരു ഓണർ റിവ്യൂ. ലൈക്ക് നമ്മൾ റിവ്യൂസും കാര്യങ്ങളും ഒരുപാട് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് ഞാൻ ഇതിന് മുന്നേ ഈ കുറച്ച് മുന്നേ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഓണർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി നമ്മളിപ്പോൾ ഞാനൊരാൾ വേറൊരു ബൈക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. സോ ഞാനിതെപ്പോഴും യൂസ് ചെയ്യുന്നില്ല, ഇത് കണ്ടു പരിചയമുണ്ട്. ലൈക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്ക് ആയതുകൊണ്ട് കുറച്ച് ദൂരം ഇങ്ങോട്ടേക്കിന് മുമ്പ് ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇയാൾ പറയണത് ഇയാൾ ഫുള്ളായിട്ട് വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആളുടെ എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്യുന്നത് തമ്മിൽ 2 വ്യത്യാസമുണ്ടെന്നല്ല, അവർക്ക് അതിനെക്കുറിച്ചുള്ള നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റഡി ഉണ്ടാവും. സോ അതാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. സോ ആഷിഖ് എന്തായാലും ഈ വണ്ടി എനിക്ക് റിവ്യൂ ചെയ്ത് തന്നതിന് താങ്ക്സ്. ഓക്കെ. സോ ഗായ്സ്, നമ്മൾ ഇനി ഇതൊന്ന് പറപ്പിച്ച് നോക്കാൻ പോവാണ് ഗൈസ്. ഇത് പറപ്പിച്ച് നോക്കാൻ വെച്ചാൽ ഈ റോക്കറ്റ് പവർ ബോം ഒന്ന് പറപ്പിച്ച് നോക്കാൻ പോവാണ്. ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും ഇതിൻ്റെ ആ ഒരു പുള്ളപ്പും ആ ഒരു പവർ ബോംബ് നമ്മളൊന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. സോ ഗൈസ്, നമുക്കിതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് നോക്കാം. നമുക്ക് ഓടിച്ച് നോക്കാം, നോക്കാം. പവർഫുള്ളാണ് ഗൈസ്, ബൈക്ക് ഭയങ്കര പവർഫുള്ളാണ്. ഇത് സൂക്ഷിച്ച് ഹാൻഡിൽ തന്നെ വേണം. ഒരു ബിഗിനറൊന്നും ഒരിക്കലും ഈ ബൈക്ക് എടുത്ത് ഓടിക്കരുത്. പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് റിവ്യൂസും കാര്യങ്ങളും ചെയ്യുമ്പോൾ സേഫറായിട്ടുള്ളൊരു റോഡ് അല്ലെങ്കിൽ റിവ്യൂസും കാര്യങ്ങളും ചെയ്യുമ്പോൾ സേഫറായിട്ടുള്ളൊരു റോഡിൽ തന്നെ ചെയ്യണം.
അല്ലെങ്കിൽ ഓപ്പൺ റോഡ്സിൽ തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവണമെന്നുള്ള ഒരിക്കലും വീഡിയോ ചെയ്യരുത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സർവീസ് റോഡിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഹൈവേ കയറാം. പവറും ഇതിൻ്റെ റെസ്പോൺസ് വേറെയാണ്. വേറെ ഇത് ഏതൊരു 400cc ഡൗണിലുള്ള ഒരു ബൈക്കിലും ഈ ഒരു ഫീലിംഗ് വരാം. നമുക്ക് തന്നെ ഹൈവേക്ക് കയറിയിട്ട് ഇതിൻ്റെ പവർ അങ്ങനെയാണ്. ഓപ്പൺ റോഡാണ്. പവറും ഫീലിംഗ്. ബ്രേക്കിങ്ങൊക്കെ നല്ല ബൈക്കുണ്ട്, അത്യാവശ്യം നല്ലോണം പിടിച്ചെടുക്കുന്നത് നമ്മുടെ ബ്രേക്കിങ്. 2 ABS ആണ്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ വിഷ്വൽസും കാര്യങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. I will be back with new videos and interesting stuffs. Stay tuned. Bye bye.